നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി പകൽ വാർത്ത ആരംഭിക്കുകയാണ്. നോക്കാം തലക്കെട്ടുകൾ. വയനാട് ഉരുൾപൊട്ടലിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18. മലവെള്ളപ്പാച്ചിൽ ഇരച്ചെത്തിയത് നിമിഷ നേരം കൊണ്ട്. ഈ അങ്ങാടിയിട്ടുള്ള ബന്ധങ്ങളാണ് നമ്മളേക്ക് ഇങ്ങോട്ട് 10-15 വർഷത്തെ ഇവിടത്തെ സർവീസ് ഉണ്ടായതുകൊണ്ട് ജനങ്ങളെന്നായിട്ട് ഒരുപാട് ജനങ്ങൾ നമ്മളെ തന്നെയാണ് ബന്ധങ്ങളുണ്ട്. പോയ ജനങ്ങളെന്താകാൻ കഴിഞ്ഞില്ല, നമുക്ക് നഷ്ടപ്പെട്ട വീണ്ടും കിട്ടുന്നില്ലല്ലോ. ആ ഒരു നഷ്ടമാണ്, വലിയ നഷ്ടം തയ്ച്ചത് ഞാനതിൽ കാണുന്നത്. ദുരന്തഭൂമിയിൽ തെരച്ചിൽ തുടരുന്നു. ഇനി കണ്ടെത്താനുള്ളത് 119 പേരെ. കൊൽക്കത്തയിലെ യുവ ഡോക്ടർക്ക് നീതി ലഭിക്കാനായി ഒറ്റക്കെട്ടായ രാജ്യം. തെരുവുകളിൽ പ്രതിഷേധ ജ്വാല. പ്രതിയെ സൈക്കോ അനാലിസിസ് പരിശോധനയ്ക്ക് വിധേയനാക്കും. വനിതകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പദ്ധതി പ്രഖ്യാപിച്ച ബംഗാൾ സർക്കാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ജാർഖണ്ഡിൽ രാഷ്ട്രീയ നാടകം. JMM നേതാവ് ചമ്പൈ സോറൻ BJP-യിലേക്കെന്ന് സൂചന. 6 MLA-മാരുമായി മുൻ മുഖ്യമന്ത്രി ഡൽഹിയിൽ. മുല്ലപ്പെരിയാർ ഡാം ഭീതി പടർത്തുന്നുവെന്ന് സുരേഷ് ഗോപി. ഡാം പൊട്ടിയാൽ ആരുത്തരം പറയുമെന്ന് ചോദ്യം. നമുക്കിനി കണ്ണീരിൽ മുങ്ങിത്താഴാൻ കഴിയില്ലെന്നും കേന്ദ്രമന്ത്രി. ഇടിമുഴക്കം പോലെയാണത് നിൽക്കുന്നത്. പൊട്ടിയാൽ ആരുത്തരം പറയും? കോടതികൾ ഉത്തരം പറയും. കോടതികളിൽ നിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന ഒരവസ്ഥയിൽ കൊണ്ടുപോകുന്നവർ ഉത്തരം പറയുന്നു. എന്താണ് ഇതിന്റെ ഒരു അനന്തര ഫലം? നമുക്കിനി കണ്ണീരിൽ മുങ്ങിത്താഴാൻ സാധിക്കില്ല. അർജുനായുള്ള തെരച്ചിലിൽ അനിശ്ചിതത്വം. ഡ്രഡ്ജർ എത്തിക്കുന്നതിൽ തീരുമാനമായില്ല. ചെലവ് വഹിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് പരിമിതിയുണ്ടെന്ന് കളക്ടർ. നാളെ ബംഗളൂരുവിൽ ഉന്നതതല യോഗം. സംസ്ഥാനത്ത് മഴ തീവ്രമാകുമെന്ന് മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തെക്കൻ കേരളത്തിൽ നാളെ മഴ കനക്കും. എൻ്റെ അനുഭവം ഒരാൾക്കും ഉണ്ടാകരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ സർക്കാർ ജീവനക്കാരനായിട്ടിരുന്ന് കുറേ വർഷം പ്രവർത്തിച്ചു. ഇപ്പോൾ റിട്ടയർഡാണ്. എനിക്ക് ആ സംവിധാനത്തിലൊന്നും അല്ലെങ്കിൽ അങ്ങനെ സർക്കാരിൻ്റെ സേവകനായിട്ടിരുന്ന ഒരു ആനുകൂല്യം എനിക്ക് വേണം. എൻ്റെ മകൻ നഷ്ടപ്പെട്ടതൊരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ പോലും അങ്ങനെയെങ്കിലും എനിക്കൊരു നീതി കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. അതുപോലും കിട്ടിയില്ല എനിക്ക്. മകനെ കണ്ടെത്താൻ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയ ഒരച്ഛൻ. പുന്നപ്ര സ്വദേശിയെ കാണാതായിട്ട് 1 മാസം. വിഷ്ണുവിനെ കാണാതായത് ഒഡീഷയിൽ നിന്ന് ചൈനയിലേക്ക് പോയ ചരക്ക് കപ്പലിൽ നിന്ന്. ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കുടുംബം. പകൽ വാർത്തയിലേക്ക് വിശദമായി. അതിജീവന പാതയിലാണ് വയനാട്. തോളോടു തോൾ ചേരും മലയാളമേ, നെഞ്ചം നിറയ്ക്കുന്ന അഭിമാനമേ, കൂടപ്പിറപ്പെന്ന വരദാനമേ, ഉലകെങ്ങും പുകഴ് പെറ്റ ഒരു നാമമേ, അവരന്റെ ഉയിരിനെ ദൈവമായി കാക്കുന്ന ഒരു മതൻ മണ്ണെന്റെ മലയാളമേ. ഇതെന്റെ മലയാളം, ഇതെന്റെ അടയാളം, എന്റെ മലയാളം, എന്നുയിരിന്റെ താളം.
ഇതെന്റെ മലയാളം, എന്റെ അടയാളം, എന്നുയിരിന്റെ താളം, ഇതെന്റെ മലയാളം, താങ്ങായി മാറും നമ്മൾ തോളോടു ചേരും അടയാളം, എന്നും കൈതാങ്ങും പുണ്യമെൻ മലയാളം, എന്റെ മലയാളം, ഇതെന്റെ അടയാളം, ഇതെന്റെ മലയാളം. വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലുമുണ്ടായ ഉരുൾപൊട്ടലിന്റെ ഭീകരത വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഉരുൾപൊട്ടലിനെ തുടർന്ന് ചൂരൽമലയിലെ കടകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നതും സാധനങ്ങളടക്കം ഒലിച്ചു പോകുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. മുണ്ടക്കൈ ചൂരൽമല മേഖലകളിലും ചാലിയാർ പുഴയുടെ തീരത്തുമാണ് പരിശോധന. 119 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ആദ്യം ആ CCTV ദൃശ്യങ്ങളിലേക്ക്. ആദ്യ ഉരുൾപൊട്ടലുണ്ടായത് ജൂലൈ 30 പുലർച്ചെ 1:40 പിന്നീട് 2:40 4:10 3 ഉരുൾപൊട്ടലുണ്ടായി. ആ ഉരുൾപൊട്ടലിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത്. നിരവധി ജീവനുകൾ ഇല്ലാതായിരിക്കുന്നു. പല ആളുകളെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 119 ആളെയാണ് ഇനി ഔദ്യോഗിക കണക്കനുസരിച്ച് കണ്ടെത്താനുള്ളത്. പക്ഷേ അതിലും കൂടുതൽ എത്രയോ ആളുകൾ ഇവിടെ നിന്ന് കാണാതായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. കാരണം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ ഈ തേയിലത്തോട്ടങ്ങളിലും മറ്റും അതുപോലത്തെ ഇവിടുത്തെ ചെറുകിട കടകളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അവരെക്കുറിച്ചും യാതൊരു വിവരവുമില്ല. ഒപ്പം തന്നെ നമ്മളിപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന CCTV ദൃശ്യം പരിശോധിച്ചാൽ മനസ്സിലാവും, ഈ പുഞ്ചിരിമട്ടത്തു നിന്ന് വലിയ ശബ്ദത്തോടെ 1:40 ചെളിയും മണ്ണും അത്ര ഹൈ ഫ്ലോയിലല്ല വന്നതെങ്കിൽ 2:40 ആകുമ്പോഴത്തേക്ക് വലിയ തോതിൽ വൻ ശബ്ദത്തോട് കൂടിയിട്ട് ഇവിടെ ഈ പ്രദേശം തന്നെ വലിയ തോതിൽ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിലുള്ള ഉരുൾപൊട്ടലുണ്ടാവുകയും ഈ ചെളിയും മണ്ണും കല്ലും എല്ലാം കൂടെ കുത്തിയൊലിച്ച് മനുഷ്യജീവനുകളൊക്കെ പറന്നു പോകുന്ന ഒരവസ്ഥയിലും മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും എല്ലാം തന്നെ ആ രീതിയിൽ അത്രയും വ്യാപ്തി കൂടിയ ഉരുൾപൊട്ടലാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കടകളിലേക്ക് ചെളിയും മണ്ണും കയറുന്ന ഒരു ദൃശ്യമാണിപ്പോൾ പുറത്തു വന്നിട്ടുള്ള CCTV ദൃശ്യമാണ്. ഈ സമീപത്തുള്ള ചൂരൽമല അങ്ങാടിയിലെ ഒരു ചെറിയ പട്ടണമാണ്. ഈ അങ്ങാടിയിൽ നിന്നുള്ള ദൃശ്യമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര സ്പീഡിലാണ്, എത്ര ഫോഴ്സിലാണ് ഈ വെള്ളവും കല്ലും മണ്ണും എല്ലാം ആ മലമുകളിൽ നിന്ന് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ആ മലമുകളിൽ നിന്ന് കുത്തിയൊലിച്ച് വന്നിരിക്കുന്നതെന്ന്. എന്തായാലും തെരച്ചിൽ തുടരുന്നുണ്ട്. തെരച്ചിൽ അത്ര
വലിയ തോതിലുള്ള തെരച്ചിലുള്ള ഭാഗികമായുള്ള തെരച്ചിൽ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ശുചീകരണ പ്രവർത്തനങ്ങളാണ്. അതായത് കടകളിലേക്കും മറ്റും ചെളിയും മണ്ണും കല്ലും എല്ലാം കയറിയിരിക്കുന്ന ഭാഗങ്ങളിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം സാധനങ്ങളെല്ലാം തന്നെ ചെളി കയറിയിരിക്കുന്ന സാധനങ്ങൾ ഈ തോടിൽ, അതായത് ഈ വെള്ളർമല സ്കൂളിൻ്റെ സമീപം ഒഴുകുന്ന തോടിൽ നിന്നാണ് ആളുകൾ കഴുകുകയും വൃത്തിയാക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും മറ്റൊന്ന് ഇവിടുത്തെ പുനരധിവാസ പ്രവർത്തനമാണ്. പുനരധിവാസ പ്രവർത്തനം എത്രയും പെട്ടെന്ന് നടപ്പാക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റും കഴിയുന്ന ആളുകളെ വാടക വീടുകളിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതിന് സന്നദ്ധ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും മറ്റു പൊതുപ്രവർത്തകരും ഉൾപ്പെടുന്ന ആളുകൾ അതിനുള്ള ഒരു ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചില കുടുംബങ്ങളെങ്കിലും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് പോയിട്ടുണ്ട്. നമുക്കറിയാം മേപ്പാടിയിലെ സെൻറ്റ് ജോസഫ് സ്കൂളിലും അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളിലും ഒപ്പം തന്നെ കൽപ്പറ്റയിലെ SKMJ സ്കൂളിലും റിപ്പണിലെ UP സ്കൂളിലും ഉൾപ്പെടെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ പരിസരത്തുള്ള ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് മേപ്പാടി പഞ്ചായത്തിലാണ്. മേപ്പാടി പഞ്ചായത്തിലെ വെള്ളാർമല വില്ലേജിൽ വരുന്ന സ്ഥലമാണിത്. ഈ മേപ്പാടി പഞ്ചായത്ത് കൂടാതെ മൂപ്പൈനാട് പഞ്ചായത്താണ് ഇതിൻ്റെ സമീപത്തുള്ളത്. അതിന് സമീപമുള്ളത് അമ്പലവയൽ പഞ്ചായത്താണ്. ഈ 3 പഞ്ചായത്തുകളിൽ ഉള്ള സ്ഥലങ്ങൾ അവിടെയാണ് പ്രധാനമായും വാടക വീടുകൾ ആളുകൾ അന്വേഷിക്കുന്നത്. ഒപ്പം തന്നെ യൂസ്ഡ് ആയ സാധനങ്ങൾ ലഭിക്കുന്ന കടകളുണ്ട്, ഫർണിച്ചറുകളും മറ്റു സാധനങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ആളുകൾക്ക് കട്ടിലും ബെഡും എല്ലാം തന്നെ സന്നദ്ധ സംഘടനകളും പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം തന്നെ ആളുകൾക്ക് സഹായിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള സഹായം ലഭ്യമാവുന്നുണ്ട്. പുനരധിവാസം എന്തായാലും വൈകാനുള്ളൊരു സാധ്യതയുണ്ട്. 2 വർഷമെങ്കിലും ഒരുപക്ഷേ ഇനി ആളുകൾ ഇവിടെ ഉണ്ടാവുമോ അല്ലെങ്കിൽ ആളുകളെ ഇവിടെ തന്നെ പാർപ്പിക്കുമോ ഇവിടെ തന്നെ പുനരധിവസിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തതയില്ല. കാരണം വീണ്ടും ഇവിടെ വലിയ ദുരന്ത സാധ്യതയുള്ളൊരു സ്ഥലം എന്നുള്ള വിലയിരുത്തലുണ്ട്. കാരണം ഇനിയും ഇതുപോലെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇനിയും ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്രദേശം പൂർണ്ണമായും നമുക്കറിയാം, ഇപ്പോൾ ഈ ചൂരൽമലയിലല്ല, യഥാർത്ഥത്തിൽ മുണ്ടക്കൈ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും അതുകൊണ്ട് തന്നെ ആളുകൾ പുനരധിവാസം മറ്റ് രീതിയിൽ ദുരന്ത ഇല്ലാത്ത ജനവാസ യോഗ്യമായ സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ടൗൺഷിപ്പ് വരണമെങ്കിൽ അതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു ഇടപെടലുണ്ടാവണം. ആ സർക്കാർ അതിവേഗം തന്നെ അതുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത്തരത്തിലൊരു നീക്കം എന്തായാലും നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര സംഘം ഇവിടെ എത്തുകയും ഈ പുഞ്ചിരിമട്ടത്തുണ്ടായ ഈ ഉരുൾപൊട്ടലിൻ്റെ സാധ്യത അല്ലെങ്കിൽ അതിൻ്റെ കാരണം അന്വേഷിക്കുകയും ചെയ്യുക. അതായത് അതിൻ്റെ ഒരു ശാസ്ത്രീയമായ രീതിയിലുള്ള പഠനമാണ് ഇതിൽ വേണ്ടത്. എന്തുകൊണ്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്, ഈ മഴ മാത്രമാണോ കാരണം എന്നുൾപ്പെടെയുള്ള അന്വേഷണം നടക്കേണ്ടതിനാൽ കേന്ദ്ര സംഘവും ഉടനെ എത്തിയേക്കും എന്ന് തന്നെയാണ് വിവരം. ഒപ്പം തന്നെ നാളെ സംസ്ഥാന ബാങ്ക് അവലോകന സമിതി ചേരുന്നുണ്ട്. ഇവിടെ വീടും സർവ്വതും നഷ്ടപ്പെട്ട ആളുകളുടെ വായ്പകൾ ഉൾപ്പെടെ എഴുതി തള്ളുന്നതിനുള്ള ഒരു അന്തിമ തീരുമാനം ഒരുപക്ഷേ നാളെ ഉണ്ടായേക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും ഈ പ്രദേശത്ത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. കാര്യമായ തെരച്ചിലോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങളും JCB ഉപയോഗിച്ചുകൊണ്ട് ചെറിയ പണികൾ മാത്രമാണ് നടക്കുന്നത്. പക്ഷേ മറ്റു ഭാഗങ്ങളിലേക്ക് ഒരുപക്ഷെ ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും മറ്റു ദിവസങ്ങളിൽ ഇനിയും തെരച്ചിലുണ്ടാവും എന്ന് തന്നെയാണ്. തെരച്ചിൽ നിർത്തിയിട്ടില്ല, പൂർണ്ണമായും നിർത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതേസമയം ഈ നിലമ്പൂർ കാടുകളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമുണ്ട്, പരപ്പൻപാറയും അതുപോലെ തന്നെ മീൻമുട്ടിയെല്ലാം. ഈ പ്രദേശങ്ങളിൽ ചാലിയാറിനോട് ചേർന്ന് കിടക്കുന്നത്, കാരണം ഇവിടുന്ന് ഈ ഭാഗത്തു നിന്നാണ് കൂടുതൽ മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും ഒക്കെ ലഭിച്ചിട്ടുള്ളത്. ചാലിയാറിലൂടെ ഒഴുകിപ്പോയതെല്ലാം ഇതുവഴിയാണ്. അത് മുണ്ടക്കൈൻ്റെ അപ്പുറമാണ്, ആ ഭാഗത്താണ്. മുണ്ടക്കൈ ഇപ്പോൾ നമുക്ക് ഈ പോകുന്ന തോട് എന്തായാലും ചാലിയാറിലേക്ക് ചേരുന്ന ചോടല്ല, ഇതിൻ്റെ അപ്പുറത്തുള്ള മുണ്ടക്കൈയിലുള്ളതാണ്. അവിടെയാണ് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ പ്രധാനമായും തെരച്ചിൽ അവിടേക്ക് കേന്ദ്രീകരിക്കുക എന്നുള്ളതിൻ്റെ കാരണം അത് തന്നെയാണ്. അവിടെയാണ് ഭാഗികമായെങ്കിലും ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തെരച്ചിൽ വരും ദിവസങ്ങളിലും തുടരും. വയനാട്ടിൽ നിന്ന് ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം വിനേഷ് കുമാർ, News 18. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ സ്വദേശികളായ നിസാറും ജസീലയും അവരുടെ മകൾ സിയ സെഹ്റയുടെ സ്വർണ്ണപാദസ്വരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി നേരിട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിരുന്നു. സിയ സെഹ്റയുടെ അച്ഛനും അമ്മയ്ക്കും ഇതൊരു തീർത്താൽ തീരാത്ത കടപ്പാടിനുള്ള മറുപടി കൂടിയായിരുന്നു. കോവിഡ് കാലത്ത് മകളുടെ ജീവൻ രക്ഷിക്കാൻ ഉപകരണങ്ങൾ മിന്നൽ വേഗത്തിലെത്തിക്കാൻ നടപടി സ്വീകരിച്ച മുഖ്യമന്ത്രിയോട് ഉള്ളു നിറഞ്ഞ് നന്ദി അറിയിക്കാനുള്ള അവസരമായിരുന്നു അത്. ജനിതക പ്രശ്നങ്ങൾ വെല്ലുവിളികൾ നേരിടുന്ന സിയ സെഹ്റയുടെ പേരിൽ തന്നെ വേണം വയനാട്ടിലേക്കുള്ള സഹായമെന്ന് നിസാറും ജസീലയും ആഗ്രഹിച്ചതിൻ്റെ തുടർച്ചയായിരുന്നു ഈ സഹായം. CB അനുഭവത്തിൻ്റെ റിപ്പോർട്ട് കാണാം. വയനാടിന് വേണ്ടി മനുഷ്യത്വത്തിൻ്റെ വലിയ പ്രവാഹമാണ് നമ്മൾ കാണുന്നത്. ഓരോ ദിവസവും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തി പലരും കയ്യിലുള്ളതെല്ലാം നൽകുകയാണ്. കഴിഞ്ഞ ദിവസം അത്തരത്തിൽ വളരെ ഹൃദയസ്പർശിയായ ഒരു ചിത്രം പുറത്തു വന്നു. ഒരു കുഞ്ഞുമായിട്ട് ഒരു കുടുംബം വന്ന് ആ കുഞ്ഞിൻ്റെ പാദസരം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിൻ്റെ ഒരു ഫോട്ടോ. അതിന് പിന്നിൽ വലിയ ഒരു കഥയുണ്ട്. അങ്ങനെ തൻ്റെ കുഞ്ഞിൻ്റെ പാദസരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ കുടുംബമാണ് എന്നോടൊപ്പം ഉള്ളത്. പെരിന്തൽമണ്ണ സ്വദേശി നിസാറും ജസീലയും
അവരുടെ മകൾ സിയ സെഹ്റയും. സിയ സെഹ്റ ഒരു അനുഗ്രഹീതയായ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ സിയ സെഹ്റയുടെ ജീവിതത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഒരു മാജിക്കലായിട്ടുള്ള ഒരു സ്പർശം തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഒരു കഥ കൂടിയുണ്ട് ഈ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് പാദസരം നൽകിയതിന് പിന്നിൽ. എന്താണ് ആ കഥ? കോവിഡ് കാലത്ത് മോളുടെ ഭക്ഷണം കൊടുക്കുന്ന ഒരു മിക്കി ട്യൂബ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഭക്ഷണവും മരുന്നും കറക്റ്റ് സമയത്ത് കൊടുക്കുന്നത് അതിലൂടെയാണ്. അപ്പോൾ ആ സാധനം പൊട്ടി പുറത്ത് വന്നു. ആ പൊട്ടി പുറത്തു വന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവളെ കറക്റ്റ് ഫിക്സിനുള്ള മെഡിസിൻ കറക്റ്റ് സമയത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അവളെ ഫിക്സ് കയ്യിൽ നിന്ന് പോകും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ യാത്രാ നിരോധനം, കടകൾ അടഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ എറണാകുളം വരെ ഒന്ന് പോകാനുള്ളൊരു അനുമതി, അത് തിരുവനന്തപുരത്താണ് ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി, പക്ഷേ അവരുടെ ഒരു ഓഫീസ് എറണാകുളത്തുള്ളതെന്ന് അറിയുകയും അവിടേക്ക് പോകാൻ തീരുമാനിക്കുകയും പെർമിഷന് വേണ്ടി മുഖ്യമന്ത്രിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു. അപ്പോൾ അവർ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം പിന്നീട് എന്നെ വിളിക്കുന്നത് ഒരു വലിയൊരു ഫയർഫോഴ്സിൻ്റെ ഓഫീസറാണ്. പുള്ളി പറഞ്ഞു കാര്യങ്ങൾ ആ കടയുടെ ഡീറ്റെയിൽസും വാങ്ങി. പിന്നെ എൻ്റെ കയ്യിലായിരുന്നില്ല. പിന്നെ 2.25 മണിക്കൂർ സമയം എടുത്തുള്ളൂ. എൻ്റെ വീടിൻ്റെ മുമ്പത്ത് ഫയർഫോഴ്സ് ഒരു മിഷനായി അത് ഏറ്റെടുക്കുകയും കേരളത്തിലെ പെരിന്തൽമണ്ണയിലെ ഫയർഫോഴ്സ് ഓഫീസേഴ്സും എറണാകുളത്ത് നിന്ന് വന്ന വണ്ടി എല്ലാവരും കൂടെ എൻ്റെ വീട്ടിൽ വരികയും അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു സംഭവമാണ്. അപ്പോൾ അന്ന് മുതലേ ഞങ്ങളെ സഹായിച്ച ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് നന്ദി പ്രകടിപ്പിക്കണം എന്നുള്ളൊരു താല്പര്യം കുറേ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഇവളതായിട്ട് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് അവളുടെ കാലി കിടക്കുന്നത് കൊടുക്കുക, അതുണ്ടായത് അതിൻ്റെ സംഭവം. ഞങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ വലിയൊരു സഹായമായിരുന്നു അന്ന് കിട്ടിയത്. തിരിച്ച് മോളുടെ ജീവിതത്തിന് കിട്ടിയൊരു സഹായം, മോളുടേതായൊരു സാധനം കൊടുത്തതൊന്നും മതിയാവില്ല, അങ്ങനെ കൊടുത്തത് കുറഞ്ഞു പോയി എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതേ പറ്റിയുള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രിയോട് അതിൻ്റെ നന്ദി നേരിട്ട് അറിയിക്കുകയും ഇവളെ ഭാഗത്ത് കൊടുക്കുകയും ചെയ്തു. അതാണ് അങ്ങനെ ഉണ്ടായത്. അത് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല, മരുന്ന് കൊടുക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ പോയി കൊണ്ടുവരികയാണെങ്കിൽ തന്നെ 6 മണിക്കൂറിൻ്റെ അപ്പുറം സമയം എടുക്കും. എറണാകുളം പോകണം, തിരിച്ചു വരണം. പക്ഷെ ഇത് വൺ സൈഡ് അവരെടുത്ത് വന്ന് നല്ലൊരു മിഷനായിരുന്നു അത് ഫയർഫോഴ്സിൻ്റെ. ആദ്യമായിട്ടാണ് ഫയർഫോഴ്സ് മരുന്ന് കൊടുത്ത് തുടങ്ങുന്നതിന് മുമ്പാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അത് ജീവിതത്തിൽ വലിയ അന്ന് വന്ന ഫയർഫോഴ്സ് ഓഫീസറോട് ഞാൻ നന്ദി പറയാം. അവരൊക്കെ എപ്പോഴും എൻ്റെ ഓർമ്മയിലുള്ളവരാണ്. ആലുവ ഓഫീസിൽ നിന്ന് ആരും ആണ്, കുറേ ആയില്ലേ സംഭവം കഴിഞ്ഞിട്ട്. നമ്മളിപ്പോൾ നാട് നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയിൽ നമ്മളാൽ കഴിയുന്ന ചെറുതെങ്കിൽ ചെറുത് അല്ലേ, അങ്ങനെ ഒരു വലിയ സന്ദേശം. എന്തായാലും ചെറുതെങ്കിൽ ചെറുത്, എന്നെ സംബന്ധിച്ച് വലുതാണ്. മോളുടെ അല്ലേ, അപ്പോൾ ചെറുതായും വലുതായാലും ഇപ്പോൾ എല്ലാവരും കൂടെ നിൽക്കേണ്ട സമയമല്ലേ. അപ്പോൾ ഞങ്ങളാണ് നിന്നു. മോളുടെ പേര് തന്നെയാണ് കൊടുത്തത്. മുഖ്യമന്ത്രി അത് വാങ്ങുന്ന സമയത്ത് നമ്മളെ തലയിൽ തൊട്ടിട്ട് പറഞ്ഞു എത്രയും ഇവിടുന്ന് ഉപ്പാനോട് പുതിയതൊന്ന് മേടിപ്പിക്കണം എന്നാണ്. മനസ്സിലാവും, എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഓൾക്ക് ബുദ്ധി നമ്മളെക്കാളും പവറാണ്. കയ്യും കാലിനും മാത്രമേ ഇല്ലാത്തുള്ളൂ. ബുദ്ധി ഓളെ ബുദ്ധി കൈക്കും കാൽക്കും വന്നു കഴിഞ്ഞാൽ ഇവിടെ മറികടക്കാനുള്ള തലച്ചോറൊന്നും ചിലപ്പോൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അത്ര ബ്രില്യൻ്റാണ് അങ്ങനത്തെ കാര്യങ്ങളിൽ. സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഇവള് ഒരു വയ്യാത്ത കുട്ടിയായിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ കമ്പനിൻ്റെ ലോഗോ പോലും മൈ ഡോട്ടർ ഇസ് മൈ പ്രൈഡ് എന്നാണ്. എൻ്റെ ഭാഗ്യക്കുട്ടിയാണ്. വന്നതിന് ശേഷം ഞാൻ രക്ഷപ്പെട്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഞാൻ ഇവിടെ എല്ലായിടത്തും കൊണ്ടുപോകും. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ കുട്ടികളൊന്നും വീട്ടിൽ നിർത്താനുള്ളവരല്ല. അവർ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ഇവരുടെ ഇത് പഠിക്കുകയാണെങ്കിൽ ഇവരെ പോലെ ജനിക്കാൻ ആഗ്രഹിക്കും നമ്മളൊക്കെ. കാരണം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ അവരെ വീട്ടിലടച്ചു വെക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കുറേ ആളുകൾ എന്നോട് പറഞ്ഞു നീ എന്തിനാ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ പോകുന്നത്. പക്ഷെ ഇവൾ യാത്രയിൽ ഇവൾ അനുഭവിക്കുന്ന സന്തോഷം കാണുമ്പോൾ ഇവൾക്ക് നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക. അപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇങ്ങനെ നമുക്ക് സഹായം ചെയ്യാൻ കഴിയുന്നല്ലോ, അത് മോളുടെ പേരിൽ ചെയ്യാൻ കഴിഞ്ഞത് അതിലും സന്തോഷം. തീർച്ചയായും ഇത് പല തലങ്ങളാണ് ഈ ഒരു ദുരിതാശ്വാസ നിധി നൽകിയത്. നമ്മൾ കേവലം വാക്കുകൊണ്ട് അത് മുഴുവൻ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഒരു ഹൃദയബന്ധത്തിൻ്റെയും ഒരു കടപ്പാടിൻ്റെയും ഒക്കെ വലിയ ഒരു ചരിത്രമാണ് ഇവർക്ക് പങ്കുവെക്കാനുള്ളത്. അതിനെല്ലാം അപ്പുറത്ത് വയനാടിന് വേണ്ടി നമ്മൾ ഒന്നിക്കേണ്ടത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി തയ്യാറാവുക അല്ലെങ്കിൽ കഴിയുന്നത് നൽകുക എന്നൊരു വലിയ സന്ദേശവും ഇവർ നൽകുന്നുണ്ട്. എന്താണെങ്കിലും മോൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്നുകൂടി നമുക്ക് ആശംസിക്കാം. പെരിന്തൽമണ്ണയിൽ നിന്നും CV അനുമോദ്, ന്യൂസ് 18. സിയുടെ മാതൃക അത് എല്ലാവരും ഉൾക്കൊള്ളട്ടെ, എല്ലാവരും അത് അനുകരിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യാം. വയനാട് ദുരന്തബാധിതരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സർക്കാർ ശ്രമങ്ങൾക്ക് പിന്തുണയുമായി ആന ഫാൻസും
തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ആരാധകരുടെ കൂട്ടായ്മയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി മാതൃകയായത്. കഴിഞ്ഞ 13 വർഷമായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും ദേവിദാസനും ചുറ്റുമായി കറങ്ങുന്ന ഒരു സംഘം ആരാധകരുണ്ടായിരുന്നു. ശ്രീരാമജയം എന്ന പേരിലുണ്ടായിരുന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയ്ക്ക് ഫാൻസ് അസോസിയേഷൻ എന്ന പേര് വന്നത് കുറച്ച് ദിവസം മുൻപാണ്. ശ്രീരാമജയം എന്ന പേരിൽ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. ആദ്യത്തെ ആന ഫാൻസ് അസോസിയേഷന്റെ ആദ്യ പരിപാടി വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വേണ്ടിയുള്ള കൈകോർക്കലായി. ഉരുൾപൊട്ടൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വടകര വിലങ്ങാട് നിന്നിട്ട് ഒരാൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുടെ എല്ലാം നശിച്ചു പോയി, പ്രളയം മറ്റേ ഉരുൾപൊട്ടലുണ്ടായിട്ട് എല്ലാം പോയി എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഫാം നടക്കുന്ന ഒരാളുടെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും കൂടി ആലോചിക്കാൻ പറ്റാത്ത സാഹചര്യമായപ്പോൾ താൽക്കാലികമായിട്ടൊരു സഹായം ചെയ്തു. അവിടെ പോയിട്ട് കുറച്ച് ക്യാഷായിട്ടും കുറച്ച് കാലിത്തീറ്റ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നീട് നമ്മൾ അങ്ങനെ അസോസിയേഷൻ രജിസ്ട്രേഷൻ ചെയ്യണം എന്നൊരാശയം വന്നതിന് ശേഷം അസോസിയേഷനായിട്ട് രജിസ്റ്റർ ചെയ്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,01,000 രൂപ കൂട്ടായ്മ സമാഹരിച്ചു നൽകി. നമുക്ക് അതിജീവിക്കാൻ കഴിയേണ്ടതുണ്ട് എന്ന സന്ദേശം തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഫാൻസ് അസോസിയേഷൻ കൈമാറുന്ന 1,01,000 രൂപ. തീർച്ചയായും അത് ഗവൺമെന്റിന് വേണ്ടി ഏറ്റുവാങ്ങിയതായി അറിയിക്കുന്നു. രാമനെ ചങ്കും ചങ്കിടുപ്പുമായി കൊണ്ടു നടക്കുന്ന 400-ലധികം പേരാണ് ഫാൻസ് അസോസിയേഷനിലുള്ളത്. നേരത്തെ പുത്തുമല ദുരന്തമുണ്ടായപ്പോഴും പ്രളയകാലത്തും 4 ലക്ഷം രൂപയുടെ സാധനങ്ങൾ അവിടെ എത്തിച്ചിരുന്നു ശ്രീരാമജയം രാമൻ ഫാൻസ്. 2019 ഇതുപോലെ വയനാട് ഉരുൾപൊട്ടിയപ്പോൾ അവർ സമാഹരിച്ചിട്ട്, അതായത് ഈ ഗ്രൂപ്പ് സമാഹരിച്ച ഒരു 4 ലക്ഷം രൂപയുടെ സാധനങ്ങൾ അന്ന് ആനയുടെ തന്നെ ലോറിയിൽ അന്ന് വയനാട് കൊണ്ട് എത്തിക്കുകയുണ്ടായി. അതിനുശേഷം പല കാര്യങ്ങൾക്കും അമ്പലത്തിലെ ഉത്സവങ്ങളായാലും ശരി, ആനയെ സംബന്ധിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും വിഷയങ്ങളും തമ്മിൽ പൈസ സ്വരൂപിച്ച് തരുന്നതിനും എല്ലാതും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ശ്രീരാമജയം ഗ്രൂപ്പ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ആനയുടെ ആരാധകർ സേവനപാതയിൽ തലയെടുപ്പോടെ തുടരുകയാണ്. ന്യൂസ് 18 തൃശൂർ. ഇതിന്റെ മലയാളം എന്നുയിരിന്റെ താളം തോളോടു തോൾ ചേരും മലയാളമേ, നെഞ്ചം നിറയ്ക്കുന്ന അഭിമാനമേ, കൂടപ്പിറപ്പെന്ന വരദാനമേ, ഉലകെങ്ങും പുകഴ് പെറ്റ ഒരു നാമമേ, അവരന്റെ ഉയിരിനെ ദൈവമായി കാക്കുന്ന ഒരു മതൻ മണ്ണെന്റെ മലയാളമേ, ഇതെന്റെ മലയാളം, ഇതെന്റെ അടയാളം, എന്റെ മലയാളം, എന്നുയിരിന്റെ താളം, ഇതെന്റെ മലയാളം, എന്റെ അടയാളം, എന്നുയിരിന്റെ താളം, ഇതെന്റെ മലയാളം, താങ്ങായി മാറും നമ്മൾ തോളോടു തോൾ ചേരും അടയാളം, എന്നും കൈതാങ്ങും പുണ്യമെൻ മലയാളം, എന്റെ മലയാളം, ഇതെന്റെ അടയാളം, ഇതെന്റെ മലയാളം. കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ആർജികർ ആശുപത്രിയിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI അല്പസമയത്തിനകം ചോദ്യം ചെയ്യും. തുടർച്ചയായി 3-ാം ദിവസമാണ് ഘോഷിനെ CBI ചോദ്യം ചെയ്യാൻ പോകുന്നത്. കൊലപാതകത്തിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം അത് തുടരുകയാണ്. പ്രതിഷേധം കണക്കിലെടുത്ത് ആശുപത്രി പരിസരത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടും ഉണ്ട്. രാകേഷ് ആയിരുന്നു വിവരങ്ങളുമായി. രാകേഷ്, ഈ ചോദ്യം ചെയ്യൽ അത് ഏതൊക്കെ തരത്തിലാണ് പോകുന്നത്? ഇനി മറ്റൊരു കാര്യം, മാനസിക പരിശോധന ഉൾപ്പെടെ നടത്തും എന്നുള്ളതൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു. എൽദോ,
കൊലപാതക ബലാത്സംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുൻ പ്രിൻസിപ്പൽ ആർജിക്കർ ആശുപത്രിയിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ തുടർച്ചയായ മൂന്നാം ദിവസവും CBI ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. അല്പസമയത്തിനകം തന്നെ സന്ദീപ് ഘോഷ് എത്തുമെന്നാണ് ഇപ്പോൾ CBI വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ 13 മണിക്കൂറാണ് സന്ദീപ് ഘോഷിനെ CBI ചോദ്യം ചെയ്യുന്നത്. CBI CBIക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ആരാണ് ഈ സംഭവം നടക്കുമ്പോൾ ഈ വിവരങ്ങൾ വിളിച്ചറിയിച്ചത്, അതിനുശേഷം എന്തൊക്കെ നടപടികൾ പ്രിൻസിപ്പൽ എന്ന നിലയിൽ കൈക്കൊണ്ടു തുടങ്ങിയ കാര്യങ്ങളാണ് ചോദ്യം ചെയ്ത് ഉത്തരം തേടുന്നത്. മാത്രവുമല്ല, ഈ സംഭവം അറിഞ്ഞതിന് ശേഷം, കൊലപാതകം നടന്നുവെന്ന് അറിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് 3 മണിക്കൂർ വൈകി മാത്രം ഈ ജൂനിയർ ഡോക്ടറുടെ ബന്ധുക്കളെ, കുടുംബാംഗങ്ങളെ വിവരം അറിയിച്ചു, അതിനെന്തുകൊണ്ട് കാലതാമസം ഉണ്ടായി എന്നാണ് പ്രധാനമായും CBI ചോദിക്കുന്നത്. മാത്രവുമല്ല, അതിനുശേഷം പ്രിൻസിപ്പലിൻ്റെ പല ഇടപെടലും ദുരൂഹതയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സെമിനാർ ഹാളിൽ നിന്നാണ് ഈ മരിച്ച നിലയിൽ ജൂനിയർ ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം അവിടെ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള നിർദ്ദേശം പ്രിൻസിപ്പൽ നൽകുന്നു. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പലിൻ്റെ നടപടിയിൽ പലതരത്തിലുള്ള ദുരൂഹതകളുണ്ടായിരുന്നു. അതുകൊണ്ട് അക്കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചറിയുകയും തന്നെയാണ് CBIയുടെ ലക്ഷ്യം. മാത്രവുമല്ല, ആശുപത്രിയിൽ തന്നെ 20-ലധികം ജീവനക്കാരെ ഇതിനോടകം തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ യുവ ഡോക്ടർക്കൊപ്പം അതേ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ജൂനിയർ ഡോക്ടർമാരെ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ മൊഴിയും പ്രിൻസിപ്പളുടെ മൊഴിയും ഒത്തുപോകുന്നതാണോ തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് ലക്ഷ്യം. ഏതായാലും ഇന്നലെ 13 മണിക്കൂർ ചോദ്യം ചെയ്തു. അല്പസമയത്തിനകം തന്നെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. മറുവശത്ത് ഡോക്ടർമാരുടെ പ്രതിഷേധം തുടരുകയാണ്. അത് ആർജിക്കർ ആശുപത്രിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു. മാത്രവുമല്ല, പശ്ചിമ ബംഗാളിൽ സംസ്ഥാനത്തൊട്ടാകെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ് ഡോക്ടർമാർ. നീതി കിട്ടും വരെ ഈ സമരം തുടരുമെന്നാണ് അവർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആർജിക്കർ ആശുപത്രിക്ക് സമീപത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. ഭാരതീയ ന്യായ സംഹിതയിലെ 163 പ്രകാരം 7 ദിവസത്തേക്കാണ് ഇത്തരമൊരു നിർദ്ദേശം, നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. മാത്രവുമല്ല, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതായത് 2 മണിക്കൂർ കൂടുമ്പോൾ തലസ്ഥിതി റിപ്പോർട്ട് നൽകണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ബംഗാൾ സർക്കാരിന് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങൾക്കും, പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ സമരം ബംഗാളിന് പുറത്തും എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനങ്ങളും ഇത്തരമൊരു റിപ്പോർട്ട് നൽകണം എന്ന നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ പ്രതിഷേധങ്ങൾ ഒരുവശം ശക്തമാക്കുമ്പോൾ മുഖം രക്ഷിക്കാനുള്ള നടപടികൾ പശ്ചിമ ബംഗാൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീകൾക്കായി പദ്ധതി നടപ്പാക്കുമെന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് വനിതാ വളണ്ടിയർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് രാത്രികാലങ്ങളിൽ ആശുപത്രികളിൽ മറ്റും അവരുടെ സേവനം ഉറപ്പാക്കും. ആറാം സംവിധാനത്തോടു കൂടി തന്നെ ഒരു മൊബൈൽ ആപ്പ് സംവിധാനം, അത് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മൊബൈൽ ആപ്പ് സജ്ജമാക്കും തുടങ്ങിയ ഉത്തരവാണ് ഇപ്പോൾ ബംഗാൾ സർക്കാർ നൽകിയിട്ടുള്ളത്. എങ്കിൽ പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയാണ് രാജ്യത്തെമ്പാടും. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിലെ പ്രതിഷേധത്തിന് ശക്തി കൂടുതലാണ്. എൽദോ റൈറ്റ്, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിഷേധം അത് രാജ്യവ്യാപകമാണ്. ആ യുവ ഡോക്ടർക്ക് നീതി ലഭിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനായി ഒറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്യുന്നു നമ്മളെല്ലാവരും. രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ BJPയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചന. 6 MLAമാരുമായി സോറൻ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. बच्ची रहता है, उससे देखने के लिए आया है. अपना निजी काम है, दिल्ली आना जाना होते रहता है. आज भी हम आए हैं. अभी हम जहाँ पर है वहीं पर है. देखिए, हमने बोल दिया जहाँ पर अभी है वहीं पर है. हमने बोल दिया हम निजी काम के लिए काम में आए हैं. और हम जहाँ पर है वहीं पर है. കിരൺ ബാബു ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്ന്. കിരൺ, ഇതൊരു വല്ലാത്ത നീക്കമായി കരുതുന്നു, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ഈ സൂചന അത് വിശ്വസിക്കേണ്ട സാധ്യത തന്നെയാണോ? എൽദോ, എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇപ്പോൾ ഞാൻ എവിടെയാണോ അവിടെ തന്നെയാണ്, ഇപ്പോൾ ഞങ്ങൾ എവിടെയാണോ അവിടെ തന്നെയാണ്, ഈ വാക്കുകളാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അവിടെ നിന്ന് മാറിയിട്ടില്ല എന്ന്. പക്ഷേ ഇത് അഭ്യൂഹങ്ങൾ മാത്രമാണ്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം പ്രതികരിച്ച് അങ്ങനെയാണ്, അഭ്യൂഹങ്ങളാണ്. അഭ്യൂഹങ്ങളോട് യെസ് എന്നോ നോ എന്നോ പറയാൻ, അല്ലെങ്കിൽ ശരിയെന്നോ തെറ്റെന്നോ പറയാൻ താനില്ല എന്ന തരത്തിലായിരുന്നു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ചമ്പൈ സോറൻ കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ JMMന്റെ ഔദ്യോഗിക നേതൃത്വമായി, പ്രത്യേകിച്ച് ഹേമന്ത് സോറനുമായി അത്ര നല്ല ബന്ധത്തിലല്ല ഉണ്ടായിരുന്നത്. ഹേമന്ത് സോറനെ ED
കേസുണ്ടാവുകയും ഭൂമി കുംഭകോണവുമായി ED കേസുണ്ടാവുകയും ആ സമയത്താണ് അദ്ദേഹത്തിന് ജയിലിൽ പോകുന്നതിന് തൊട്ട് മുമ്പാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത്. അതേ തുടർന്നാണ് ചമ്പൈ സോറനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. അതിനുശേഷം ഹൈക്കോടതിയിൽ നിന്ന് ഹേമന്ത് സോറന് ജാമ്യം കിട്ടുകയും ആ സമയത്ത് ഹേമന്ത് സോറൻ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയും ചമ്പൈ സോറൻ അന്ന് രാജിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഇടക്കാലത്ത് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുകയും അദ്ദേഹത്തെ പിന്നീട് ജാമ്യം കിട്ടിയപ്പോൾ തന്നെ ഒഴിവാക്കുകയും ചെയ്തതിൽ അദ്ദേഹത്തിന് ചെറിയ രീതിയിലുള്ള അസംതൃപ്തി ഉണ്ടായിരുന്നു. പിന്നീടായാലും ആ അസംതൃപ്തി വലുതാകുകയും 6 MLA-മാർ ഇപ്പം അദ്ദേഹത്തിനൊപ്പമുണ്ട് എന്നുള്ളതാണ് സൂചന. ഈ 6 MLA-മാരുമായും JMM-ന്റെ നേതൃത്വം ബന്ധപ്പെടാൻ പലതവണയായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊന്നും ഇതുവരെയും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ഇതിൻ്റെ ഇവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള വിമത നീക്കത്തിനുള്ള ശ്രമമാണ് എന്നതിന് വ്യാഖ്യാനത്തിന് അല്ലെങ്കിൽ അത്തരം സൂചനകളെ ശക്തമാക്കുന്നതാണ്. എന്തായാലും ഡൽഹിയിലെ എത്തി BJP നേതാക്കളുമായി ഇവർ കാണുമെന്നും BJP-യിലേക്ക് ചേരുകയോ അല്ലെങ്കിൽ BJP-യുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും പാർട്ടി പുലർത്തൽ അടക്കമുള്ള നീക്കത്തിലേക്ക് പോകാനുള്ള സാധ്യതയും ഇപ്പോൾ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും JMM-ന്റെ നേതൃത്വവുമായി ചമ്പൈ സോറനും ഈ കൂടെ നിൽക്കുന്ന 6 MLA-മാരും അത്ര നല്ല ബന്ധത്തിലല്ല. പ്രത്യേകിച്ച് ജാർഖണ്ഡിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി പരിശോധിച്ചാൽ ഈ വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമോ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ്. ഉടൻ തന്നെ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് ജാർഖണ്ഡ് കടക്കുകയാണ്. അങ്ങനെ ഒരു സമയത്ത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികൾ JMM-ഉം കോൺഗ്രസും RJD-യും അടക്കം ഒരു സഖ്യമായി മത്സരിക്കുകയും BJP-യും അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയനുമാണ് ഒരു സഖ്യമായി മത്സരിച്ചത്. അപ്പോൾ ആ സമയത്ത് പ്രധാനമായും BJP മുന്നണിക്കായിരുന്നു കൂടുതൽ സീറ്റ് ലഭിച്ചിരുന്നത്. 9 സീറ്റ് BJP മുന്നണിക്ക് ലഭിച്ചപ്പോൾ 5 സീറ്റ് മാത്രമാണ് JMM-ന്റെ മുന്നണിക്ക് ലഭിച്ചത്. BJP-ക്ക് 8 സീറ്റുകളും ഓൾ ഇന്ത്യ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയന് 1 സീറ്റും ലഭിച്ചപ്പോൾ ഈ കോൺഗ്രസിന് 2ഉം JMM-ന് 3 സീറ്റുമാണ്. CPI-ML-നും RJD-ക്കും ആ സീറ്റുകളൊന്നും ലഭിച്ചിരുന്നില്ല. അവിടെ നേരിയ മേൽക്കൈ ഇപ്പോഴും ഉള്ളത് BJP-ക്കാണ് കഴിഞ്ഞ ലോക്സഭയിലേക്ക് അടക്കം. എന്നാൽ നിയമസഭയിൽ അത് തിരിച്ചുപിടിക്കാൻ കഴിയും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ തരത്തിൽ കഴിഞ്ഞിരുന്നത് കോൺഗ്രസ് JMM സഖ്യത്തിന്. അതിലാണ് ഈ CPI-ML-ഉം RJD-യും അടക്കമുള്ള പാർട്ടികളൊക്കെ വരുന്നത്. ഇവരുടെ എല്ലാം സഖ്യത്തിന് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട മൂവ് BJP നടത്തിയിരിക്കുന്നത്. മുമ്പ് എങ്ങനെയാണോ പ്രധാനപ്പെട്ട പാർട്ടികളിൽ നിന്ന് പ്രധാന നേതാക്കളെയൊക്കെ അടർത്തി മാറ്റിക്കൊണ്ട് BJP-യിൽ എത്തിക്കുകയോ അല്ലെങ്കിൽ ബദൽ പാർട്ടി രൂപീകരിക്കുകയോ ചെയ്യുന്നത്, അത്തരത്തിലേക്ക് ഒരു നീക്കമാണ് ചമ്പൈ സോറൻ വഴി BJP നടത്തുന്നത് എന്ന് വേണം കരുതാൻ. ശിവരാജ് സിംഗ് ചൗഹാനുമായി നേരത്തെ തന്നെ അടുത്ത ബന്ധമുള്ള ആളാണ് ചമ്പൈ സോറൻ. അദ്ദേഹവുമായി പലതവണ ഇതിനിടയ്ക്ക് കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. അതെല്ലാം ഇത്തരം കൂടിക്കാഴ്ചകൾ എന്തെങ്കിലും പാർട്ടി പുലർത്തുന്നതുമായി ബന്ധപ്പെട്ടൊന്നുമല്ല, അത് മറ്റ് ഔദ്യോഗിക ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചകൾ മാത്രമായിരുന്നു എന്നുള്ള വിശദീകരണമാണ് ചമ്പൈ സോറൻ നേരത്തെ തന്നെ നൽകിയിരുന്നത്. എന്തായാലും വളരെ ആകാംക്ഷ മുറ്റുന്ന ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് നിഷേധിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് താൻ BJP-യിലേക്ക് പോകില്ല എന്നൊന്നും പറയുന്നില്ല. ഞങ്ങളിപ്പോൾ എവിടെയാണോ അവിടെ തന്നെയാണ് എന്നാണ് പറയുന്നത്. നിലവിൽ അവിടെ തന്നെയാണ്. നാളെ എവിടേക്കെങ്കിലും മാറും എന്നുള്ള കാര്യത്തിൽ നിഷേധിക്കാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല. സ്വാഭാവികമായും അത്തരമൊരു രാഷ്ട്രീയ നീക്കം എന്തായാലും തലസ്ഥാനത്ത് നടക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. റൈറ്റ്, ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയെന്നുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജാർഖണ്ഡിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ആകാംക്ഷയുടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. ചമ്പൈ സോറനും ഒപ്പം 6 MLA-മാരുമാണ് ഇപ്പോൾ നിലവിൽ ഡൽഹിയിലുള്ളത്. BJP നേതൃത്വവുമായി അവർ കൂടിക്കാഴ്ച നടത്തി BJP-യിലേക്ക് ചേക്കേറുമെന്നുള്ള സൂചനകളാണ് കിരൺ ബാബു പങ്കുവയ്ക്കുന്നത്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായുള്ള തെരച്ചിലിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വമാണ്. ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിയാൽ മാത്രമേ തെരച്ചിൽ പുനരാരംഭിക്കൂ എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. ഇതിന് 1 കോടിയോളം രൂപ ചെലവുണ്ട്. ഇക്കാര്യത്തിൽ കർണാടക സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അറിയിച്ചു. എന്നാൽ വ്യാഴാഴ്ചയോടെ തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് ഉറപ്പു ലഭിച്ചുവെന്ന് അർജുന്റെ കുടുംബവും പ്രതികരിച്ചു. ഷിരൂരിൽ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തിരച്ചിലിൽ അനിശ്ചിതത്വം. ഏതായാലും ഈ ഡ്രഡ്ജർ എത്തിക്കാൻ വൈകുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. 1 കോടി രൂപയോളം ചെലവ് വരുന്ന ഈ യന്ത്രം എങ്ങനെ ഇവിടെ എത്തിക്കും? ആ പണം എങ്ങനെ കണ്ടെത്തും? ഇതാണ് ഇതിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ജില്ലാ ഭരണകൂടത്തിന് ഇത്രയും വലിയ തുക ചിലവഴിക്കുന്നതിന് പരിമിതി ഉണ്ടെന്നാണ് കലക്ടർ അറിയിച്ചിട്ടുള്ളത്, കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കർണാടക സർക്കാരാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. നാളെ ബംഗളൂരുവിൽ നിർണായകമായ യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ റോഡ് മാർഗം യന്ത്രം ഇവിടെ എത്തിക്കുന്നതിൽ പ്രതിസന്ധിയുണ്ട്. കാരണം കൊങ്കൺ മേഖലയിലെ ഒരു റെയിൽപാത കടന്നു പോകുന്നുണ്ട്. അതിലൂടെ ഈ ഗംഗാവലി പുഴയിലേക്ക് കരയിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ കടൽ മാർഗം എത്തിക്കാനുള്ള ആലോചനയാണ് നടക്കുന്നത്. ഇത് സംബന്ധിച്ച് പരിശോധന നടക്കാൻ ഈ കമ്പനിയുടെ മെക്കാനിക്കൽ വിഭാഗം നാളെ ഈ ഷിരൂരിൽ എത്തുന്നുണ്ട്. അവർ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഏതായാലും ഈ തിരച്ചിൽ സംബന്ധിച്ച മറ്റ് കാര്യങ്ങൾ അറിയൂ. എന്തായാലും ഈ 1 കോടി രൂപയാണ് ഇതിന് ചെലവ് വരുന്നത്. അത് ഒരു ദിവസം ഉപയോഗിച്ചാലും 2 ദിവസം ഉപയോഗിച്ചാലും ഇത്തരത്തിൽ 10 ദിവസത്തെ പണം മുൻകൂറായി കെട്ടിവെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കർണാടക സർക്കാരിന്റെ തീരുമാനം വളരെ നിർണായകമായിരിക്കും. ഏതായാലും തിരച്ചിൽ ഉടൻ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത്. പുതിയ വിവരങ്ങളായിട്ടൊന്നുമില്ല.
ഡിസ്ട്രിക്ട് കളക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് ആ ഷിപ്പ് കമ്പനിയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് സ്ഥലം വിലയിരുത്തി ഇതിന് ശേഷമായിരിക്കും ഒരു പോസിറ്റീവ് ഉണ്ടാവുക എന്ന രീതിയിൽ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അവര് എന്തായാലും പരിശോധനയ്ക്ക് വരുന്നുണ്ട്, നാളെ വരും. ഡ്രഡ്ജർ എത്തിക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആദ്യം ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. ആദ്യം ഇതില് എമൗണ്ട് എല്ലാം പറഞ്ഞ് ഫിക്സ് ചെയ്ത് കൊണ്ടുവരും എന്ന രീതിയിലായിരുന്നു പറഞ്ഞത്. അതിനുശേഷം ഇപ്പം അത് പ്രൈസ് ഹൈക്കാക്കിയിട്ടുണ്ട് അവര്. പണം ഒരു പ്രശ്നമല്ല എന്നാണ് MK രാഘവൻ MP പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ യന്ത്രം ഇവിടെ എത്തിക്കുന്നതിലുള്ള പ്രതിസന്ധിയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടതാണ് MK രാഘവൻ MP, കുടുംബത്തോടൊപ്പം ചേർന്ന് എന്നതാണ്. അതുപോലെ തന്നെ AKM അഷ്റഫും. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ, MK രാഘവൻ MPയുടെ വാക്കുകൾ വലിയ പ്രതീക്ഷയാണ് കുടുംബത്തിന് ഉണ്ടാക്കുന്നത്. അത് കൊണ്ടുവരാനുള്ള ഒരു മാർഗ തടസ്സങ്ങളെ കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നത്. ഏത് വഴിയാണ്, എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്, അതാണ് അവരുടെ ചിന്ത. അതല്ലാതെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളോ അല്ലെങ്കിൽ അതിന്റെ കഴിവില്ലായ്മയോ ഒന്നും അവിടെ വിഷയമാകുന്നില്ല. കാരണം കർണാടക ഗവൺമെന്റും പറഞ്ഞിട്ടുണ്ട്, ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട് ഇതിനാവശ്യമായിട്ടെല്ലാം ചെയ്യുന്നുണ്ട്. MLA ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് അതൊരു വിഷയമല്ല. പക്ഷെ ഗോവയിൽ നിന്ന് കൊണ്ടുവരേണ്ടതുണ്ട്. അത് കൊണ്ടുവരാനുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. അർജുന് പുറമെ 2 പേരെ കൂടി കണ്ടെത്താനുണ്ട്. കന്നഡിഗരായ ലോകേഷും ജഗന്നാഥും അവരുടെ കുടുംബവും ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഈ അവസാനമായി ഒരു നോക്ക് കാണാൻ ജഗന്നാഥന്റെ കുടുംബം, പ്രത്യേകിച്ച് 3 പെൺമക്കൾ അടങ്ങുന്ന ആ കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു ജഗന്നാഥൻ. ഈ ചായക്കടയിലെ ലക്ഷ്മണന്റെ ഇവിടെ 20 വർഷത്തോളമായി ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് ഈ ജഗന്നാഥൻ. അദ്ദേഹം ഈ ലക്ഷ്മണൻ, ഈ മണ്ണിടിച്ചിൽ മരണപ്പെട്ട ലക്ഷ്മണന്റെ സഹോദരൻ കൂടിയാണ്. അവരുടെ കുടുംബവും കാത്തിരിക്കുന്നുണ്ട്. ഏതായാലും അവർക്ക് സർക്കാർ ജോലിയും പണവും വാഗ്ദാനം ചെയ്തിരുന്നു തുടക്കത്തിൽ. പക്ഷേ ഇതുവരെ അവർക്ക് അത് ലഭിച്ചിട്ടില്ല. അതുകൂടി നൽകേണ്ടതുണ്ട്. ആ കുടുംബത്തിനും കൂടി കൈത്താങ് ഏകേണ്ടതുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളും അവർക്ക് വേണ്ടിയും കൂടി ആകണം. എന്തായാലും 3 പേരും നമുക്ക് വിലപിടിച്ചതാണ്. അവരെ 3 പേരെയും കണ്ടെത്തേണ്ടതുണ്ട്. ഈ ഏറ്റവും പ്രതിസന്ധിയായിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിൽ ചെളിയും മണ്ണും വലിയ പാറക്കൂട്ടങ്ങളൊക്കെ ഈ പുഴയിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതുകൂടാതെ ഈ ലക്ഷ്മണന്റെ ചായക്കടയ്ക്ക് സമീപം ഉണ്ടായിരുന്ന വലിയ കൂറ്റൻ ആൽമരം ഈ പുഴയിൽ പതിച്ചിട്ടുണ്ട്. അതൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. ഡ്രഡ്ജർ എത്തിയാൽ ആദ്യം അത്തരം വസ്തുക്കൾ നീക്കം ചെയ്യുക. മാത്രമല്ല ഈ ഗംഗാവലി പുഴ എന്ന് പറഞ്ഞാൽ ഈ കൊങ്കൺ മേഖലയിലെ മുഴുവൻ നദികളും വന്നു ചേരുന്ന ഒരു പുഴയാണ്. ആ പുഴയുടെ ഒഴുക്കിനെയും ഇത് ഈ ഇത്തരത്തിൽ മണ്ണും ചെളിയും ഒക്കെ കൂടി നിന്നത് ബാധിച്ചിട്ടുണ്ട്. അതും സുഗമമാക്കേണ്ടതുണ്ട്. അതിന്റെ അടിത്തട്ടിലുള്ള മണ്ണും ചെളിയും ഒക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം പരിഗണിച്ചാണ് ഈ തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുന്നത്. ഏതായാലും ഈ ലോറി ഇതുവരെ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ലോറിയുടെ ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബവും ഒപ്പം രക്ഷാദൗത്യ സംഘങ്ങളെല്ലാം പങ്കുവെക്കുന്നത്. ഏതായാലും ജിതിൻ ഉൾപ്പെടെയുള്ളവർ ശിരൂരിൽ തുടരുന്നുണ്ട്. ഒപ്പം ഈശ്വർ മൽപ്പയും ഇപ്പോൾ ശിരൂരിൽ തന്നെ തുടരുകയാണ്. സർക്കാരിന്റെ ഒരു തീരുമാനം അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഏതായാലും തിങ്കളാഴ്ചത്തെ യോഗം നിർണായകമാണ്. ആ യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും. എന്ന് തിരച്ചിൽ പുനരാരംഭിക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. 22-ാം തീയതി തിരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് കുടുംബത്തിന് ഇത്തരത്തിൽ AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവർ നൽകിയിരിക്കുന്ന ഉറപ്പ്. അതുകൊണ്ട് തന്നെ ആ 22-ാം തീയതി തന്നെ ഈ തെരച്ചിൽ തുടരുമെന്ന ഒരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായി ഇനി 30 ദിവസം കൃത്യമായി ഈ അപകടം നടന്ന് 30-ാം ദിവസമാണ് തെരച്ചിൽ നിർത്തിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ കാലാവസ്ഥ കുറച്ച് അനുകൂലമായിട്ടുണ്ട്. പുഴയിൽ കലങ്ങിയ വെള്ളമാണെങ്കിലും മഴ കുറവുണ്ട്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ശക്തമായ മഴ ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഈ തീരുമാനമെടുത്ത് വളരെ പെട്ടെന്ന് തന്നെ തെരച്ചിൽ തുടരേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഇനി ഏത് അവസ്ഥയിലായിരിക്കും ഈ അർജുനെ കണ്ടെത്താൻ പറ്റുമോ, ഒപ്പം കന്നഡിഗരായ 2 പേരെ കണ്ടെത്താൻ പറ്റുമോ എന്ന ആശങ്ക ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും കുടുംബവും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. വരും ദിവസങ്ങളിൽ, അതായത് 22-ാം തീയതി കൂടി തെരച്ചിൽ പുനരാരംഭിക്കുന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബവും ഉള്ളത്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ വീണ്ടും മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് തീവ്ര മഴ മുന്നറിയിപ്പ്. മുല്ലപ്പെരിയാർ ഡാം ഭീതി പടർത്തുന്നുവെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഡാം പൊട്ടിയാൽ ആരുത്തരം പറയുമെന്നും നമുക്കിനി കണ്ണീരിൽ മുങ്ങിത്താഴാൻ കഴിയില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇനിയൊരു പക്ഷേ ഭീതിയായി നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു വലിയ സമ്പ്രദായം, ഇന്നും ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഫേസ്ബുക്ക് ലിങ്കിൽ ശബ്ദം ആദ്യം വന്ന് ചാടുന്നത് പൊട്ടുമായിരിക്കും, പൊട്ടില്ലായിരിക്കും. അത് ഹൃദയത്തിൽ ഇങ്ങനെ ഒരു
ഇടിമുഴക്കം പോലെയാണ് അത് നിൽക്കുന്നത്. പൊട്ടിയാൽ ആരുത്തരം പറയും? കോടതികൾ ഉത്തരം പറയുമോ? കോടതികളിൽ നിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന ഒരവസ്ഥയിൽ കൊണ്ടുപോകുന്നവർ ഉത്തരം പറയുമോ? എന്താണ് ഇതിന്റെ ഒരു അനിതര ഫലം, അനന്തര ഫലം? നമുക്കിനി കണ്ണീരിൽ മുങ്ങിത്താഴാൻ സാധിക്കില്ല. എനിക്ക് ഈ പട്ടിണിയുമായി ഇതിനെ കണക്ട് ചെയ്യുന്നവരോട് പറയാനുള്ളത്, ഒരുപക്ഷെ കോടതികളെപ്പോലും ശാസ്ത്രീയമായി ധരിപ്പിക്കുന്നതിന് വേണ്ടി നമുക്കൊരു സംവിധാനത്തിന്റെ കണ്ടെത്തലുണ്ടാവണമെങ്കിൽ ആ സംവിധാനത്തിന്റെ ഇന്നത്തെ അൾട്ടിമേറ്റ് നെയിം ഈസ് എ സാറ്റലൈറ്റ്. കപ്പലിൽ നിന്നും കാണാതായ മകനെ കണ്ടെത്താൻ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. ആലപ്പുഴ പുന്നപ്ര സ്വദേശി ബാബു ഒഡീഷയിൽ നിന്നും ചൈനയിലേക്ക് പോയ ചരക്ക് കപ്പലിലെ ട്രെയിനിയായ മകൻ വിഷ്ണുവിനെ യാത്രക്കിടെ കാണാതായത് ജൂലൈ 17-നാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും എങ്ങു നിന്നും ഉണ്ടായില്ല. ഒടുവിൽ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് കുടുംബം. ഷിരൂരിൽ നിന്ന് കാണാതായ അർജുന് വേണ്ടി മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും അർജുന്റെ കുടുംബത്തോടൊപ്പം നിന്നു. എന്നാൽ സമാന സാഹചര്യത്തിൽ മകനെ നഷ്ടപ്പെട്ട ഒരു അച്ഛനും കുടുംബവും ആലപ്പുഴയിലുണ്ട്. നമ്മളോടൊപ്പം അവർ ചേരുകയാണ്. കഴിഞ്ഞ 17-ന് മലാക്ക സ്റ്റേറ്റിൽ വെച്ച് കാണാതായ കപ്പലിൽ നിന്ന് കാണാതായ വിഷ്ണുവിൻ്റെ അച്ഛൻ ബാബുവാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഈ കുടുംബം വലിയ വേദനയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി കിട്ടേണ്ട ഒരു പരിഗണനയും അവർക്ക് കിട്ടിയില്ല എന്ന് അവർ കണ്ണീരോടെ നമ്മളോട് പറയുകയാണ്. ആ സാഹചര്യങ്ങളൊന്ന് കേൾക്കാം. ഒന്ന് വിശദീകരിക്കാമോ ആ സംഭവത്തെക്കുറിച്ച്? എൻ്റെ മകന് കപ്പലിൽ നിന്ന് കാണാതായിട്ട് ഇന്നേക്ക് 31 ദിവസമായി. ഒരു മാസം പിന്നിട്ടു. കഴിഞ്ഞ മാസം 17-ാം തീയതിയാണ് വൈകിട്ട് 9:45 വരെ എന്നെയും അമ്മയെയും അവൻ മാറി മാറി വിളിച്ചതിന് ശേഷമാണ് അവനെ കാണാനില്ല എന്നുള്ള നിലയിൽ കപ്പലധികാരികൾ പിറ്റേ ദിവസം എന്നെ വിളിച്ച് പറയുന്നത്. രാവിലെ 8 മണിക്ക് 18-ാം തീയതി രാവിലെ 8 മണിക്ക് അവൻ ഡ്യൂട്ടിക്ക് ഹാജരായില്ല എന്നും അവനെ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയില്ല എന്നും അവനെ കണ്ടെത്താനുള്ള അന്വേഷണം ഞങ്ങൾ തുടരുകയാണെന്നും ഉള്ള വളരെ ഞെട്ടിക്കുന്ന വേദനാജനകമായ ഒരച്ഛനും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തയാണ് കേട്ടത്. ഈ സ്ഥലം ഒന്ന് പറയാമോ? എവിടെ, ഏത് രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് വെച്ചായിരുന്നു എന്നൊക്കെ വിശദീകരിക്കാം. ഇന്തോനേഷ്യയുടെയും മലേഷ്യയുടെയും അതിർത്തിയിലുള്ള മലാക്ക എന്ന് പറയുന്ന സ്ട്രേറ്റിൽ വെച്ചാണ്, മലാക്ക സ്റ്റേറ്റിൽ വെച്ചാണ് ഇവൻ കടലിൽ പതിച്ചത് എന്നുള്ള, ആ കടലിൽ പതിച്ചതെന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികാരികൾ, കപ്പൽ അധികാരികൾ ഞങ്ങളെ ധരിപ്പിച്ചിരിക്കുന്നത്. എന്താ അവർ പറഞ്ഞത്? കപ്പലിലെ ജീവനക്കാർ നിങ്ങളെ ബന്ധപ്പെട്ട് പറയുമ്പോൾ വിഷ്ണുവിനെ ഏറ്റവും ഒടുവിലായി കണ്ടത് എപ്പോഴാണെന്നാണ് പറയുന്നത്? അതിനൊക്കെ ഒന്ന് പറയൂ. 17-ാം തീയതി 9:45 ശേഷം അവനെ കാണാനില്ല എന്നുള്ള നിലയിലാണ് കപ്പൽ അധികാരികൾ, കപ്പൽ ജീവനക്കാരും ഞങ്ങളെ ധരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ 9:45 വരെ അവൻ വളരെ ഹാപ്പി ആയിട്ടാണ് എന്നോടും അതിനുശേഷം അമ്മയോടും സംസാരിച്ചത്. അവൻ മിക്കവാറും അവൻ്റെ വികാരങ്ങളൊക്കെ, അവൻ്റെ സങ്കല്പങ്ങളൊക്കെ, പ്രതീക്ഷകളൊക്കെ ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാറുണ്ട്. അന്നും അവൻ വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് ഒരു 8 മാസം കഴിഞ്ഞിട്ട് വീട്ടിൽ വരും, വന്നതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവൻ സൂചിപ്പിക്കുകയുണ്ടായി. പിന്നീട് എങ്ങനെയാണ് ഇവൻ മിസ്സാകുന്നത് എന്നുള്ളത് അവിശ്വസനീയമായിട്ടാണ്. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിറ്റേ ദിവസം 8 മണിക്കാണ് അവനെ കാണാനില്ല എന്ന് പറയുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കപ്പലധികാരികൾ പോലും പറയുന്നില്ല. മിസ്സിംഗ് ആണെന്ന് മാത്രമാണ് അവർ പറയുന്നത്. രണ്ട് രാജ്യത്തിന്റെ അതിർത്തി ആയതുകൊണ്ട് തന്നെ അവിടെയും പരിമിതികളുണ്ടായല്ലേ? അവിടെ പരിമിതികളുണ്ടായി. ഇപ്പോൾ കപ്പലിൻ്റെ ഓണർഷിപ്പുള്ള കക്ഷി ഈ 2 രാജ്യങ്ങളിലും പരാതി കൊടുക്കുകയുണ്ടായി. ഞങ്ങളുടെ കപ്പലിൽ നിന്ന് വിഷ്ണു ബാബു എന്ന് പറയുന്ന സെയിലറെ കാണാതായിരിക്കുന്നു, അന്വേഷിക്കണമെന്ന് പരാതി കൊടുത്തിട്ട് 2 രാജ്യക്കാരും അത് പരാതി പോലും സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർ നൽകിയിട്ടുള്ള വിവരങ്ങൾ നമുക്കങ്ങനെയാണ്. ഒരു മാസമായി നിങ്ങൾ കേന്ദ്ര സർക്കാരിന് പരാതി നൽകി, കേരള സർക്കാരിന് പരാതി നൽകി. എന്തായിരുന്നു നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ റെസ്പോൺസ്? എങ്ങനെയായിരുന്നു? കളക്ടർക്കാണ് ആദ്യം പരാതി കൊടുക്കുന്നത്. അന്നേ ദിവസം തന്നെ SP-ക്കും തുടർന്ന് മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കുകയുണ്ടായി. തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും സമീപിക്കുകയും പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നേ ദിവസം തന്നെയാണ് ഇതെല്ലാം ചെയ്തത്.
ഈ ഉത്തരവാദിത്തപ്പെട്ട ഈ കേന്ദ്രങ്ങളിൽ നിന്നൊന്നും, അധികാര കേന്ദ്രങ്ങളിൽ നിന്നൊന്നും ഇതുവരെ ഞങ്ങളെ ആരും സമീപിച്ചിട്ടില്ല, ഈ കുടുംബത്തെ ആരും സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള വസ്തുത. ഒരു ഫോൺ കോൾ പോലും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന്, കളക്ടറേറ്റിൽ നിന്ന് ഉൾപ്പെടെ വന്നിട്ടില്ല എന്നുള്ളത് വല്ലാത്ത സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്, വേദനയാണ് ഉണ്ടാക്കുന്നത്. ഒരു മറുപടി നിങ്ങൾക്ക് കിട്ടിയില്ല, അതായത് അന്വേഷണം നടന്നിട്ടേ ഇല്ലെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അല്ലേ? ഞങ്ങൾക്ക് അങ്ങനെ രേഖാമൂലമായിട്ടുള്ള ഒന്നും കിട്ടിയിട്ടില്ല. അല്ല, ഇത് സംബന്ധിച്ച് നിങ്ങളോട് തേടാൻ ആരും വന്നിട്ടില്ലല്ലോ അല്ലേ? ആരും ഞങ്ങളെ സമീപിച്ചിട്ടില്ല. എന്താണ് സംഭവിച്ചെന്ന് പോലും തിരക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ ആരും സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഷിപ്പിംഗ് ഡയറക്ടർക്കും പരാതി കൊടുത്തിരുന്നു. അവിടുന്നും ഒരു ഫോൺ കോളോ ഒരു അറിയിപ്പോ എനിക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലൊരു പൗരനെ നഷ്ടപ്പെട്ടാൽ ഉത്തരവാദിത്തത്തോടുകൂടി അതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ് ഒരു ഗൗരവവും എൻ്റെ മകൻ്റെ മിസ്സിങ്ങിൽ കാണിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ആരും തന്നെ, ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ഞങ്ങൾക്ക് സഹായകരമായ ചേർത്ത് പിടിക്കുന്നൊരു മനോഭാവം കേരളത്തിലെ പ്രതിപക്ഷം പോലും നടത്തിയിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. ആരും തന്നെ, ഭരണ പ്രതിപക്ഷങ്ങൾ രണ്ടു കൂട്ടരും ഞങ്ങൾക്ക് സഹായകരമായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് വേദനയോടുകൂടി സ്മരിക്കുകയാണ്. അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഷിരൂരിലെ അർജുനായുള്ള തെരച്ചിൽ നടക്കുമ്പോൾ ആ കുടുംബത്തിന്റെ വേദന പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഘട്ടത്തിൽ അത് കാണാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലൂടെ പോയിരുന്നു എന്നും പറയുന്നുണ്ട് അല്ലെ? അത്തരത്തിൽ ഒരു ഇടപെടൽ നിങ്ങളുടെ കാര്യത്തിലും ഉണ്ടാവണമെന്ന് അതിയായി ആഗ്രഹിക്കുകയാണ്. അതെ, 2-3 ദിവസത്തേക്ക് ഞാൻ വളരെ മാനസികമായി ഡൗൺ ആയിരുന്നു. പിന്നീട് അതിനുശേഷം ഞാൻ വാർത്തകൾ വെക്കുമ്പോഴത്തേക്ക് അർജുനന്റെ തിരച്ചിലിനെ സംബന്ധിച്ചുള്ള വാർത്തകളാണ്. വളരെ വേദനയോടുകൂടിയാണ് ഞാനത് കണ്ടുകൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും അർജുനെ കിട്ടണേ. കാരണം ഒരു പിതാവിൻ്റെ വേദന, മകൻ നഷ്ടപ്പെട്ടതിലുള്ള, മകനെ കാണാത്തതിലുള്ള വേദന വളരെയേറെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ മാതാപിതാക്കളുടെയും മാനസികാവസ്ഥ എനിക്കറിയാമായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ അധികാരികൾ, ഭരണപക്ഷവും പ്രതിപക്ഷവും അർജുനൻ്റെ കൂടെ നിൽക്കുന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസവും അല്ലെങ്കിൽ ഒരു വിഷമവും എനിക്കില്ല. പക്ഷേ എന്നെ, എൻ്റെ കുടുംബത്തെ ഒന്ന് സഹായിക്കാൻ, ഒരു സാന്ത്വന വാക്ക് പറയാൻ പോലും, ഒന്ന് അന്വേഷിക്കാൻ പോലും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളോ പ്രതിപക്ഷമോ തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. ഇനിയിപ്പോൾ എന്താ നിങ്ങളുടെ ഒരു പ്ലാൻ? നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ എങ്ങനെ തുടരാനാണ്? അധികാരികളിലെ വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് എൻ്റെ മകൻ എന്ത് സംഭവിച്ചു, മകൻ്റെ അവസ്ഥ എന്താണ് എന്നറിയാൻ ഒരു കുടുംബത്തിൻ്റെ, മാതാപിതാക്കളുടെ അവകാശമാണ്. അതുകൊണ്ട് ഇനി അവസാനം ഞങ്ങൾക്ക് നീതി കിട്ടാൻ ഹൈക്കോടതിയിൽ നിന്നേ കിട്ടൂ എന്നുള്ളത് കൊണ്ട് ഞാനൊരു ഹേബിയസ് കോർപ്പസ് ഹർജി തിങ്കളാഴ്ച സമർപ്പിക്കുകയാണ്. അതിലൂടെ ഈ അധികാരികളിൽ നിന്ന് എന്തെങ്കിലും നീതി കിട്ടും എന്നുള്ള വിശ്വാസമാണ്. ഇനിയെങ്കിലും അവനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഇടപെടൽ ഈ ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്കങ്ങനെ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. ഇനിയെങ്കിലും അധികാരികൾ ശ്രദ്ധിക്കാൻ ഉതകുന്ന രീതിയിലുള്ളൊരു കോടതി ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അതാണ് അദ്ദേഹം പറയുന്നത് തീർത്തും ന്യായം തന്നെയാണ്. കാരണം തൻ്റെ മകന് എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള ഒരു അവകാശം ഈ പിതാവിനുണ്ട്. അത് അത്തരത്തിൽ ആ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു വിവരം നൽകാൻ നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾക്കൊന്നും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതായത് ആ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഇടപെടൽ നടത്തി എന്നെങ്കിലും ഈ കുടുംബത്തെ ബോധ്യപ്പെടുത്താനായി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. കളക്ടറേറ്റിൽ പരാതി നൽകി, കളക്ടറേറ്റ് മുതൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക്, കേന്ദ്രമന്ത്രിമാർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ഒരു സർക്കാർ ഓഫീസിൽ നിന്നും എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിച്ചുകൊണ്ട് ഒരു ഫോൺ കോൾ പോലും ഈ വീട്ടിലേക്ക് എത്തിയില്ല എന്നുള്ളത് ആണ് വസ്തുത. അതിനെതിരെ കോടതിയെ സമീപിച്ചുകൊണ്ട് നിയമ പോരാട്ടത്തിലേക്ക് പോവുകയാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായി വളരെ കുറഞ്ഞ സമയം മാത്രമേ ആയുള്ളൂ വിഷ്ണു ജോലിയിലേക്ക് കടന്നിട്ട്. ഈ കുടുംബത്തിന്റെ മുഴുവൻ അത്താണിയായിരുന്നു, പ്രതീക്ഷയായിരുന്നു. അങ്ങനെ ഒരു ചെറുപ്പക്കാരന് ആണ്, ഒരു മകനാണ്. ആ മകന് എന്ത് സംഭവിച്ചു എന്ന് അറിയേണ്ട, അല്ലെങ്കിൽ അത്തരത്തിൽ ആ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായ കാര്യങ്ങൾ അറിയേണ്ട അവകാശം ഈ അമ്മയ്ക്കും അച്ഛനുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അതിൽ കോടതി വഴിയെങ്കിലും അത് നടപ്പിലാകുമെന്ന് പ്രതീക്ഷിക്കാം. കടുത്ത പ്രതിഷേധം ഈ കുടുംബത്തിന് ഉണ്ട്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. എയർ ഇന്ത്യ എയർ ഹോസ്റ്റസിനു നേരെ ലണ്ടനിൽ അതിക്രമം. ഉറങ്ങിക്കിടന്ന ഹോട്ടൽ മുറിയിലേക്ക് നൈജീരിയൻ സ്വദേശി അതിക്രമിച്ചു കടക്കുകയായിരുന്നു. യുവതി ബഹളം വെച്ചതോടെ അടുത്തുള്ള മുറികളിലെ ആളുകൾ ഓടിയെത്തി ഇയാളെ പിടികൂടി. MG മിഥുൻ ചേരുന്നു. മിഥുൻ, എന്താണ് സംഭവിച്ചത്?
എൽദോ വ്യാഴാഴ്ച രാത്രി 1:30 കൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. ലണ്ടനിലെ ഹീത്രൂവിലെ റാഡിസൺ ഹോട്ടലിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടെ 3 വിമാനത്തിലെ ക്രൂ മെമ്പേഴ്സ് അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ മുൻകാലങ്ങളിലൊക്കെ അവിടെ എത്തുമ്പോൾ ഈ ക്രൂ മെമ്പേഴ്സ് താമസിക്കുന്ന ഹോട്ടൽ കൂടിയാണ് ഈ റാഡിസൺ ഹോട്ടൽ. അവിടെയാണ് രാത്രി 1:30 കൂടി ഒരു നൈജീരിയൻ സ്വദേശി അതിക്രമിച്ച് കയറുകയും ചെയ്യുന്നത്. ആ സമയത്ത് ഒറ്റയ്ക്ക് ആ റൂമിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഈ യുവതി. ആ സമയത്താണ് അതിക്രമിച്ച് കയറി കടന്നു പിടിക്കാൻ ശ്രമിക്കുകയും ഒപ്പം തന്നെ ഈ അവിടെ ഉണ്ടായിരുന്ന ഷീറ്റ് ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്താനടക്കമുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. തുടർന്ന് ഈ പെൺകുട്ടി വലിയ രീതിയിൽ നിലവിളിക്കുകയും ചെയ്തതോടുകൂടി സമീപത്തെ റൂമിലുണ്ടായിരുന്ന മറ്റ് ക്രൂ മെമ്പേഴ്സൊക്കെ ആ ബഹളം കേട്ടുകൊണ്ട് റൂമിലേക്ക് ഓടി വരികയും ചെയ്തു. ഇതറിഞ്ഞതിനെ തുടർന്ന് അക്രമി പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു എന്നാണ് നമുക്ക് ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അത് അവിടെ നിന്നുള്ള വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് ഈ പ്രതി ഓടി ഈ ഒരു ഹോട്ടലിന് പുറത്തേക്ക് പോകുന്നതാണ് കാണാൻ സാധിച്ചത്. തുടർന്ന് അവിടുത്തെ ഹോട്ടൽ ജീവനക്കാരെ എത്തിയാണ് ഈ ഒരു പ്രതിയെ പിന്നീട് പിടികൂടുകയും ചെയ്യുന്നത്. നിലവിൽ ഈ നൈജീരിയൻ സ്വദേശിയായിട്ടുള്ള പ്രതിയെ ലണ്ടൻ പോലീസിന് കൈമാറിയിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്യുകയാണ്. നിലവിൽ ഈ പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഒപ്പം തന്നെ വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദമുണ്ട്. അവിടെ തന്നെ തുടരുകയാണ് പെൺകുട്ടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ കൗൺസിലിംഗ് അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് എയർ ഇന്ത്യ നൽകുന്ന ഔദ്യോഗിക വിശദീകരണം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. പക്ഷേ മറ്റ് വിശദീകരണങ്ങളൊന്നും തന്നെ ഈ ഒരു എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റൈറ്റ്, MG മിഥുൻ വിവരങ്ങൾ നൽകിയത്. ലണ്ടനിൽ എയർ ഇന്ത്യ എയർ ഹോസ്റ്റസിന് നേരെയാണ് ഇത്തരത്തിലൊരു അതിക്രമം സംഭവിച്ചത്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ 7 വയസ്സുകാരന്റെ ശരീരത്തിൽ സൂചി തുളച്ചുകയറിയ സംഭവത്തിൽ ആരോഗ്യമന്ത്രി ഇടപെടണമെന്ന ആവശ്യം ശക്തം. സംഭവം ഞെട്ടിക്കുന്നതാണെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയോടായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. സംഭവത്തെ തുടർന്ന് കുട്ടിക്ക് 14 വർഷം തുടർച്ചയായി HIV TB ടെസ്റ്റുകൾ ചെയ്യേണ്ട ഗതികേടിലാണ് കുടുംബം. പാവപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ 7 വയസ്സുള്ള കുഞ്ഞിൻ്റെ തുടയിലേക്ക് അത് തുളച്ചു കയറുക, എന്നിട്ട് ഒന്നും സംഭവിച്ചില്ലാത്ത മട്ടിൽ നടക്കുക ഗവൺമെൻറ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സർക്കാരിന് എന്ത് സംഭവിച്ചു എന്ന്. അതിനകത്ത് ഈ സംഭവം ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നടപടി ഉണ്ടാവണ്ടേ? ഇത്തരം അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണോ ഇത്? ആ കുഞ്ഞിനെ 14 വയസ്സ് വരെ ഇഞ്ചക്ഷൻ ചെയ്യണം, ഒരു ഭയത്തിൻ്റെ മുൾമുനയിൽ ജീവിക്കണം. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കിയിട്ട് ഒരു നടപടിയും ഇല്ലാതെ പോകുകയെന്ന് പറഞ്ഞാൽ ഇത് നിരുത്തരവാദിത്വമല്ല, അങ്ങേയറ്റത്തെ നിരുത്തരവാദിത്വമല്ലേ. ഇത് മറ്റുള്ളവർക്ക് കൂടി ഒരു പാഠമാക്കേണ്ട ഒരു സബ്ജക്റ്റ് അതിനൊന്നും വിധേയമാക്കാതെ ഫ്രീ ആയിട്ട് അനുവദിക്കുകയാണ്. സർക്കാർ ടോട്ടലായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. അടിയന്തരമായി ഈ കാര്യത്തിൽ ആരോഗ്യമന്ത്രി ഇടപെടണം, നടപടി ഉണ്ടാകണം. കാരണം വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്തലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം പനി ബാധിച്ച് ചികിത്സ തേടിയ 7 വയസ്സുകാരന്റെ തുടയിൽ അവിടെ ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി ഉപേക്ഷിച്ച സിറിഞ്ചിന്റെ നീഡിൽ തുളച്ചുകയറിയ സംഭവത്തിലാണ് ഇപ്പോൾ KC വേണുഗോപാലിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ കുട്ടിക്ക് 14 വർഷക്കാലം HIV TB ടെസ്റ്റുകൾ നിരന്തരമായി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കുടുംബം കടന്നു പോകുന്നതെന്ന് അടക്കമുള്ള വിഷയങ്ങൾ ന്യൂസ് 18 ചൂണ്ടിക്കാട്ടിയിരുന്നു. വാർത്തയിന്മേലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലിന് പിന്നാലെ ഇപ്പോൾ സ്ഥലം MP കൂടിയായ KC വേണുഗോപാൽ ഇടപെടൽ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇതിനകത്ത് അടിയന്തരമായി ആരോഗ്യമന്ത്രി ഇടപെടണം എന്നുള്ളതാണ്. മാത്രമല്ല ഈ സംഭവത്തിൽ അന്വേഷണം നടത്തണം, കുറ്റക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി ആരോഗ്യ വകുപ്പ് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഇത് വലിയൊരു അനാസ്ഥ, ഗുരുതരമായ ഒരു അനാസ്ഥയാണ് ഈ കുട്ടിയുടെ ജീവിതം ഇത്ര ദുസ്സഹമായ സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന വിധത്തിൽ ഗുരുതര അനാസ്ഥ കായംകുളം താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അദ്ദേഹം പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവം നടന്ന് 1 മാസം പിന്നിടുമ്പോഴും ആരോഗ്യവകുപ്പ് കൃത്യമായൊരു മറുപടി ആ കുടുംബത്തിന് നൽകിയിട്ടില്ല. കായംകുളം പോലീസ് കേസെടുത്ത് ഈ സംഭവത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ മാതൃകാപരമായ ഒരു ശിക്ഷാ നടപടിയിലേക്ക് കടക്കാൻ പോലും ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല. ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ട് 1 മാസം പിന്നിടുന്നു. ഒപ്പം തന്നെ ജില്ലാ കളക്ടർക്കും കുടുംബം പരാതി നൽകിയിരുന്നു, മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിരുന്നു. പക്ഷേ ആരോഗ്യവകുപ്പിൽ നിന്നും DMO വിളിച്ച് ഈ കുട്ടിയുടെ അച്ഛനുമായി സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തകരെ അടക്കം ഈ തനിക്ക് പരാതി ലഭ്യമായിട്ടില്ല എന്നുള്ള കാര്യമാണ് DMO പറയുന്നത്. അത്തരത്തിൽ ആശുപത്രി
അധികൃതരെ കവർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഇടപെടലാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പോകുന്നതെന്നുള്ള ആരോപണം കുടുംബത്തിൻ്റെതായി നിലനിൽക്കുന്നുണ്ട്. അവർ കോടതിയെ കൂടി സമീപിക്കാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് പനി ബാധിച്ച് ചികിത്സ തേടിയ 7 വയസ്സുകാരന് കാഷ്വാലിറ്റിയിലെ അത്യാഹിത വിഭാഗത്തിലെ ബെഡിലേക്ക് ഇരിക്കാനായി കായംകുളം താലൂക്ക് ആശുപത്രി അധികൃതർ പറയുന്നു. തുടർന്ന് ആ ബെഡിലേക്ക് ഇരുന്ന കുഞ്ഞിന്റെ തുടയിലേക്ക് അവിടെ ഉപേക്ഷിച്ച സൂചി തുളച്ചു കയറുകയായിരുന്നു. ആ രാത്രി തന്നെ കുട്ടിയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ വിടുന്നു. HIV TB ടെസ്റ്റുകൾ ചെയ്യുന്നതിന് നിർദ്ദേശം നൽകുന്നു. 72 മണിക്കൂറിനുള്ളിൽ ലഭിക്കേണ്ട ടെസ്റ്റ് ഫലങ്ങൾ പോലും ആ കുടുംബത്തിന് ലഭ്യമായില്ല. പ്രത്യേകിച്ച് വണ്ടാനം മെഡിക്കൽ കോളേജിന് അതിനുള്ള സൗകര്യം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ ഗൗരവകരമായി വിവിധ ആശുപത്രികൾ വീഴ്ച സംഭവിച്ചിട്ടുള്ള ഒരു വാർത്തയാണിത്, അത്തരത്തിലൊരു സംഭവമാണിത്. ആ സംഭവത്തിൽ ആരോഗ്യമന്ത്രി കൃത്യമായൊരു ഇടപെടൽ നടത്തണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. സംഭവത്തിൽ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസ് എടുത്തിരുന്നു. ഇന്നലെ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ബീനാകുമാരി ഈ സ്വമേധയാ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ 2 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു ഇടപെടലാണ് നടക്കുന്നത്. എന്തായാലും ആരോഗ്യ പ്രവർത്തകരിൽ നിന്നോ ആരോഗ്യ വകുപ്പിൽ നിന്നോ കൃത്യമായ ഒരു നീതി ലഭിക്കാത്തത് കൊണ്ട് തന്നെ കുടുംബം ഇപ്പോൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കൊല്ലം പുനലൂരിൽ പരിഭ്രാന്തി പരത്തി വിരണ്ടോടി കാള. പിക്കപ്പ് വാനിൽ കൊണ്ടുവന്ന 2 കാളകളിൽ ഒന്നാണ് വിരണ്ടോടിയത്. റോഡിലൂടെ നടക്കുകയായിരുന്ന വിദ്യാർത്ഥിയെ ഈ കാള ആക്രമിച്ചു. നിർത്തിയിട്ടിരുന്ന കാറും തകർത്തു. വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, ആ കുഞ്ഞിന്റെ ആരോഗ്യം എങ്ങനെയാണ്? പുനലൂർ പേപ്പർമൽ റോഡിൽ സെങ്ക്രേറ്റി സ്കൂളിന് സമീപം കശാപ്പിനായി കൊണ്ടുവന്ന കാളകളിൽ ഒരെണ്ണമാണ് വിരണ്ടോടിയത്, ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. പിക്കപ്പ് വാനിൽ കശാപ്പിനായി കൊണ്ടുവന്ന 2 കൂറ്റൻ കാളകളിൽ ഒന്ന് കയർ പൊട്ടിച്ച് റോഡിലേക്ക് ചാടുകയും വിരണ്ട് ഓടുകയുമായിരുന്നു. റോഡിൽ കണ്ട ഒരു കാർ കുത്തി മറിക്കുകയും ട്യൂഷൻ കഴിഞ്ഞെത്തിയ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദിത്യനെ ആക്രമിക്കുകയും ചെയ്തു. കൈക്കും കാലിനും പരിക്കേറ്റ ആദിത്യനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാരമായ പരിക്കുകളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മണിക്കൂറുകളോളം കാള പുനലൂർ പട്ടണത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. വിരണ്ട് ഓടിയതാണെന്നും പേയുടെ ലക്ഷണങ്ങളാണെന്നും ഒരു അഭ്യൂഹം പരന്നതിനാൽ കാളയെ പിടിച്ചു കെട്ടുന്നതിനും വളരെ താമസമുണ്ടായി. അവസാനം ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്നാണ് ആക്രമണകാരിയായ കാളയെ തളച്ചത്. തമിഴ്നാട്ടിൽ നിന്നും പുനലൂരിലെ ഇറച്ചി സ്റ്റാളിലേക്ക് കൊണ്ടുവന്ന കാളയാണ് വിരണ്ടോടിയത്. അലക്ഷ്യമായി മൃഗത്തെ കൊണ്ടുവന്നതിന് കാള ഉടമയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണോ കാളയെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് എന്നും പരിശോധിക്കുമെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. മുൻപും ഒരു തവണ ഇത്തരത്തിൽ മറ്റൊരു കാള പുനലൂരിൽ വിരണ്ടോടിയിരുന്നു. ഇത് 2ാം തവണയാണ് പുനലൂർ പട്ടണത്തിൽ കാള വിരണ്ടോടി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. ശരി മനോജ്, വിരണ്ടോടിയ കാള അതൊരു കുഞ്ഞിനെ ആക്രമിച്ചു, ഒരു വിദ്യാർത്ഥിയെ ആക്രമിച്ചു, ഒപ്പം കാർ തകർക്കുകയും ചെയ്തു. മനോജാണ് പുനലൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. നഗരസഭകൾക്ക് 137 കോടി രൂപ കൂടി അനുവദിച്ചുവെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ധനകമ്മീഷൻ ഹെൽത്ത് ഗ്രാന്റാണ് അനുവദിച്ചത്. അർബൻ ഹെൽത്ത് സെന്ററുകൾക്കായി ഇത് വിനിയോഗിക്കാം. ഈ വർഷം ഇതുവരെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചത് 5815 കോടി രൂപയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറ നടന്നു. രാവിലെ 6:18 7:45 ഇടയിലായിരുന്നു മുഹൂർത്തം. ചിങ്ങമാസത്തിലെ ആദ്യ ഞായറായതിനാൽ നിരവധി വിവാഹങ്ങളും ഭക്തജനത്തിരക്കും ഇന്ന് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടു. ശബരിമല സന്നിധാനത്ത് പുതിയ കുളത്തിനുള്ള സ്ഥാനനിർണയം പൂർത്തിയായി. വലിയ നടപ്പന്തലിന് സമീപത്തായി വടക്കുകിഴക്ക് ഭാഗത്ത് മീനം രാശിയിലാണ് പുതിയ കുളം നിർമ്മിക്കുന്നത്. അടുത്ത മണ്ഡലകാലത്തിന് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയത്. നിലവിലെ ഭസ്മക്കുളം ശരിയായ സ്ഥാനത്തല്ല എന്ന് വാസ്തുവിദ്യാ വിദഗ്ധൻ K മുരളീധരൻ പറഞ്ഞിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ AI ഫാഷൻ ബ്രാൻഡ് അംബാസഡറിനെ അവതരിപ്പിച്ച് വസ്ത്രവ്യാപാര രംഗത്തെ പ്രമുഖരായ ശ്രീമാട്ടി. ഇഷ രവി എന്ന ഫാഷനോട് ആഭിമുഖ്യമുള്ള സ്വയം പര്യാപ്തിയായ കുട്ടിയായാണ് ഇഷയെ അവതരിപ്പിക്കുന്നത്. ഫാഷൻ ഇൻഡസ്ട്രിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുരോഗതിയെയും സാധ്യതകളെയും അടയാളപ്പെടുത്തുന്നതാകും ഇഷ എന്ന് ശ്രീമാട്ടി സിഇഒയും ലീഡ് ഡിസൈനറുമായ ബീന കണ്ണൻ പറഞ്ഞു. ദ ന്യൂ ഇന്ത്യ
ഇന്ത്യൻ ടൈംസ് സൗത്ത് ഇന്ത്യൻ മീഡിയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ന്യൂസ് 18 കേരളത്തിന് 4 പുരസ്കാരങ്ങൾ ലഭിച്ചു. ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പാണ് മികച്ച വാർത്താ അവതാരക. മികച്ച ക്രൈം റിപ്പോർട്ടർ അസോസിയേറ്റ് എഡിറ്റർ ടോം കുര്യാക്കോസാണ്. സീനിയർ റിപ്പോർട്ടർ നവമി ദിനേശിനെ മികച്ച എന്റർടൈൻമെന്റ് റിപ്പോർട്ടറായും ക്യാമറാമാൻ ശ്യാംലാൽ കേസിനെ മികച്ച ക്യാമറാമാനായും തെരഞ്ഞെടുത്തു. ബംഗളൂരുവിലെ പാലസ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാര പ്രഖ്യാപനവും വിതരണവും നടന്നത്. കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ മാധ്യമപ്രവർത്തകരെയാണ് അവാർഡിനെ പരിഗണിച്ചത്. ഓണാഘോഷത്തോടനുബന്ധിച്ച് മൈജി സംഘടിപ്പിക്കുന്ന മൈജി ഓണം മാസ് ഓണം സീസൺ 2 ആദ്യ നറുക്കെടുപ്പ് കോഴിക്കോട് നടന്നു. 1 കാറ്, 5 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, 2 സ്റ്റാർ റിസോർട്ട് വെക്കേഷൻ എന്നിവ ലക്കി ഡ്രോയിലൂടെ വിജയികളെ കണ്ടെത്തി. ആദ്യ ദിവസത്തെ ലക്ഷാധിപതിയെയും പ്രഖ്യാപിച്ചു. 15 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായിട്ടാണ് മൈജി ഈ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 30 വരെയാണ് ക്യാമ്പയിൻ. നോക്കാം സ്വർണ്ണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6680, പവന് 53,440. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 5515, പവന് 44,120. വെള്ളി ഗ്രാമിന് 90 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്തയുടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ആര്യത്ത്.